എൻ.എം. വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവും എം.എൽ.എയുമായ IC ബാലകൃഷ്ണനെ പ്രതി ചേർത്തു. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ DCC ട്രഷറർ KK ഗോപിനാഥൻ എന്നിവർക്കെതിരെയും പ്രത്യേക അന്വേഷണ സംഘം ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, ഇപ്പോൾ ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത് DCC പ്രസിഡന്റിനെയും ഒപ്പം തന്നെ MLA IC ബാലകൃഷ്ണനെയുമാണ്. ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും ഈ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം, ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ കത്തിന്റെ ആധികാരികത ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് പോലീസ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അത് ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞ ഒരു പ്രതിരോധമാണ്. ഈ കത്ത് സംബന്ധിച്ചുള്ള സംശയം, ഈ കത്തിൻ്റെ അസ്വാഭാവികതയൊക്കെ തന്നെ അവർ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പോലീസ് ഒരു തെളിവുമില്ലാതെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ ഒരു കേസെടുക്കും, ഇവരുടെ പേരിൽ ഇവരെ പ്രതിപ്പട്ടികയിൽ ചേർത്തുകൊണ്ട് ഇത്തരം നീക്കത്തിലേക്ക് കടക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം കൂടുതൽ തെളിവുകൾ ലഭിച്ചതിന് ശേഷമാണ്, ഇത്രയും ദിവസത്തിന് ശേഷം കത്തും മറ്റും വിവരങ്ങളും പോലീസിൽ ലഭിച്ച ശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് IC ബാലകൃഷ്ണൻ MLA-യിലേക്കും ND അപ്പച്ചനിലേക്കും KK ഗോപിനാഥിലേക്കും ഒക്കെ തന്നെ പോകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ശക്തമായ വിവരങ്ങൾ, തെളിവുകൾ ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണ എന്ന നിലയിൽ പ്രതി ചേർക്കാൻ തക്ക വിവരങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ കിട്ടി എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. മാത്രവുമല്ല, എൻ.എം. വിജയന്റെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. അതിൽ നിന്നും അത്തരം ഈ പ്രേരണയുമായി ബന്ധപ്പെട്ട ഇത്തരം നേതാക്കളുമായിട്ടുള്ള സംസാരം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം സന്ദേശങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇങ്ങനെ ഒരു അവാസ്തവമായ ഒരു കത്തിൻ്റെ സ്വാഭാവികത അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ തന്നെ ഒരു MLA-ക്കെതിരെ ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരു കേസ് എടുക്കും എന്ന് കരുതാൻ വയ്യ. അത് ദുർബലമായ കോൺഗ്രസിൻ്റെ പ്രതിരോധമായി തന്നെയാണ് അവസാനിക്കുക. കാരണം കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ആദ്യഘട്ടത്തിൽ തന്നെ കത്ത് പുറത്തു വന്ന അതേ സമയം മുതൽ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കത്തിലെ സ്വാഭാവികതയില്ലായ്മയാണ്, വ്യാജമാണ് കത്ത് എന്ന് പോലും അവർ സൂചിപ്പിച്ചു. അത്തരം ഈ കത്തിൻ്റെ ആധികാരികത മാത്രമാണ് അവർ ആദ്യ നിലയിൽ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ദുർബലമായ പ്രതിരോധമാണ് ഈ ഘട്ടത്തിൽ. എന്തായാലും പോലീസിന് കൃത്യമായ നടപടികളില്ലാതെ ഒരു നിയമസഭാ സാമാജികനായിട്ടുള്ള ആളെ, വളരെ സീനിയറായ ഒരു കോൺഗ്രസ് നേതാവിനെ ഇത്തരത്തിൽ ഒരു കേസിൽ പ്രതി ചേർക്കാൻ കഴിയില്ല എന്നതുകൂടി വളരെ വാസ്തവമായ കാര്യമാണ്. പക്ഷേ ഇത് കോൺഗ്രസിൻ്റെ ദുർബലമായ ഒരു പ്രതിരോധം മാത്രമായി തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുള്ളൂ. കാരണം നിരവധി തവണ വളരെ സ്പഷ്ടമായി തന്നെ എൻ.എം. വിജയൻ തൻ്റെ ആത്മഹത്യയ്ക്ക് കാരണം ഇത്തരം നേതാക്കളാണ്, ഇവരുടെ സമ്മർദ്ദമാണ്, ഇവരിൽ നിന്നാണ് ഇവരിലൂടെയാണ് പാർട്ടിക്ക് വേണ്ടി പണം സ്വരൂപീകരിച്ചതെന്നൊക്കെ വളരെ വ്യക്തമായി തെളിവുകൾ എഴുതിയിട്ടുണ്ട്. ആ തെളിവുകളിലേക്ക് ഒരു പരിധിവരെ ഈ അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം ഇവരെ പ്രതി ചേർത്തത്, കേസെടുത്തത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ആതിര, എന്തായാലും എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ND അപ്പച്ചനൊപ്പം തന്നെ IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പ്രതി ചേർത്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ദുർബലമായ വാദങ്ങൾ എത്രത്തോളം ഗുണം ചെയ്യും എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ.